എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹെർമിറ്റ് മോഡ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, Eight of Pentacles, Knight of Cups, Ten of Pentacles and Ace of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഹെർമിറ്റ് മോഡ് ആൻഡ് 10 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കാം. ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയും നമുക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വേണം. അപ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തുടക്കം എവിടെ നിന്നാണ്, മാറ്റത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മാറ്റത്തിൻ്റെ ശങ്കുലി, മാറ്റത്തിൻ്റെ ആ ഒരു തുടക്കം എവിടെ നിന്നാണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ളൊരു തീരുമാനം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഹെൽത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആത്മീയതയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലാണ് മാറ്റം ആദ്യമായിട്ട് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് മനസമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഹെർമിറ്റ് മോഡ് ആൻഡ് 10 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൈഡ് ചെയ്യണം. ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് പല രീതിയിൽ നമ്മൾ പറയില്ലേ ചില സയൻസ് ഒക്കെ കാണിച്ചു തരും എങ്ങനെയാണ് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ്, ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ആ ആഗ്രഹ സബലീകരണത്തിൽ ഒന്നെന്ന് വെച്ചാൽ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ പല കാര്യങ്ങളിലുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഈ ഹെർമിറ്റ് മോഡ് എന്ന് പറയുന്നത് നിങ്ങളെ പലതരത്തിൽ ഡിസ്ട്രാക്ഷൻ മാറ്റി നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് പോകാനുള്ള വഴികൾ, അതിനെടുക്കേണ്ടുന്ന ആക്ഷൻസിനെയൊക്കെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും അതിനുവേണ്ടി പോയി നിങ്ങളുടെ ഫിനാൻസ് ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ സാധ്യതകൾ നൽകുന്ന വഴികൾ തുറന്നു തരുന്ന ഒരു മാസമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റെപ്സ് എടുക്കണം. ഇത് ഒരു 2 ദിവസത്തേക്കോ 1 മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ കാര്യമല്ല. ലോങ് ടേം സക്സസ്, ലോങ് ടേം സെക്യൂരിറ്റി, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കാലങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ചില ആളുകളെ സംബന്ധിച്ച് പറയാം. അപ്പോൾ ആ ലോങ് ടേം സെക്യൂരിറ്റി അതൊരു ലെഗസിയും ആവാം. കാരണം എന്ന് വെച്ചാൽ ലെഗസി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ളൊരു ഒരു ജോലിയായിരിക്കും, ഒരു ബിസിനസ് ആയിരിക്കും, സാമ്പത്തിക സുരക്ഷിതത്വം. അത് നമ്മുടെ ജീവിതകാലം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ വരും തലമുറയിലേക്ക് പകരാൻ പറ്റുന്ന രീതിയിലും ഉള്ള ഒരു ലെഗസി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാവും. ഇതിനൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ, കഠിനാധ്വാനം ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോലിയിൽ വളരെയധികം ജോലിയിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ജോലിയിൽ മുന്നേറാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ടായിട്ട് ചിന്തിച്ച് എവിടെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. അതേപോലെ ബിസിനസ് ആണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് എവിടെ എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് പല സിറ്റുവേഷനും പല സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ വളരെയധികം ഈ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ കാണിക്കുന്നുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു വഴി തെളിച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച്, അതായത് വളരെയധികം ദയാദാക്ഷിണ്യവും കാരുണ്യവും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ പറയല്ലോ കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണ്. മനസ്സുകൊണ്ട് ചിന്തിച്ച് ആളുകളെ സഹായിക്കാനും ദയയും ദാക്ഷിണ്യം ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും
പ്രാക്ടിക്കൽ സൈഡ് കൂടി അവിടെ ചിന്തിക്കുക. അതായത് നമ്മൾ ആ ഒരു മനസ്സുകൊണ്ട് മാത്രം ചിന്തിക്കാതെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗങ്ങൾ കൂടി ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെയധികം എന്താ പറയുക, എല്ലാത്തിനോടും ചെയ്യുന്ന പ്രവൃത്തികളോടൊക്കെ വളരെ ലോയലായിരിക്കും, ആളുകളോട് ലോയലായിരിക്കും, സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ ആളുകൾ നിങ്ങളെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊന്ന് ചോദിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന അതായിട്ട് കാണുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിലുള്ള ജോലികൾ, മൺടെയിൻ വർക്ക്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇരിക്കാൻ നേരമില്ല, ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ മുന്നേറുന്നു, സക്സസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഓവറായിട്ട് ഇരിക്കാൻ നേരമില്ലാത്ത സിറ്റുവേഷൻ എന്നുള്ളതല്ല. ജോലിയിൽ വേണ്ടത്ര സമയം ചിലവഴിക്കാൻ പറ്റുന്നു, കുടുംബമായിട്ട് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ചെല്ലുന്നു, യാത്രകൾ, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചാരിറ്റിക്ക്, സോഷ്യൽ ലൈഫിനൊക്കെ ടൈം കിട്ടുന്നു. അതേപോലെ ക്രിയേറ്റീവ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വയം നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഹോബി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്തിടയ്ക്ക് തീരെ സമയം കിട്ടുന്നില്ല എങ്കിൽ ഇതിലൊക്കെ നല്ല സമയം കിട്ടുന്ന ഒരു ഇതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ഫാമിലി ആണെങ്കിലും കൂടെ ഫാമിലിയിലുള്ള ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി എല്ലാവരും സ്നേഹിക്കുന്നു, ഒത്തിരി മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു പ്രണയത്തിൻ്റെ സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത്. പ്രണയത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പ്രണയത്തിലൊക്കെ പെട്ടുപോയിട്ടൊരു ഇമോഷണലി വളരെയധികം ഡീപ്പ് കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ ചില പ്രണയം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രപ്പോസൽസൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ബാലൻസാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുവെ ബാലൻസ് ഇരുന്നാലും നിങ്ങളിപ്പോൾ ഫാമിലി ലൈഫ്, ഇപ്പോൾ നിങ്ങളെ പ്രണയ അഭ്യർത്ഥന വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ആ പുറത്തുള്ള ആ ഒരു റൊമാൻറ്റിക്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല, നമ്മൾ ആ ഒരു റൊമാൻസും കാര്യങ്ങളിലൊക്കെ പെട്ട് പോകുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും, വളരെ ചാമിങ് ആയിട്ടുള്ള ചില ആളുകളുണ്ടാവും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പറയുന്നത് ഒന്നും പ്രവൃത്തിയിൽ വരില്ല. അപ്പോൾ നിങ്ങളത് തുടക്കത്തിലേ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം എല്ലാം വലിയ വായിൽ പറയും, പക്ഷെ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ കാണാൻ തുടങ്ങുകയാണ് എങ്കിൽ അത് അപ്പോഴേ തന്നെ മനസ്സിലാക്കുക. പറയുന്ന ആളുകൾ വെറുതെ പറച്ചിൽ മാത്രമുള്ളൂ, ആക്ഷൻസിൽ ഒന്നും ഉണ്ടാവില്ല. അത് നേരത്തെ മനസ്സിലാക്കി ആ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക, അതൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പുതിയ ബന്ധങ്ങൾ തുടങ്ങുകയാണെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെയാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എയ്സ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ്. അപ്പോൾ ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എയ്സ് ഓഫ് സോഡ്സ്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയമാണ്. അത് പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്ന് മാത്രമല്ല, അത് സക്സസ്ഫുൾ ആകുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇത് എടുത്ത് പറയാൻ കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ സ്ട്രോങ് ആയിട്ട് മൈൻഡിലുണ്ടാവും, എനിക്ക് ബിസിനസ്സൊക്കെ ചെയ്യണം എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അത് വേണമെന്ന്. മറ്റ് ചില ആളുകളുടെ സിറ്റുവേഷൻ, ഇപ്പോൾ വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളും റിട്ടയർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ബിസിനസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കെന്നൊക്കെ ഡൗട്ട് അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യം എനിക്ക് ചെയ്യണമെന്നോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഒരു ചിന്ത ഉണ്ടാവില്ല. മനസ്സിൻ്റെ കോണിൽ എവിടെയോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും, അതായത് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷെ അവർക്ക് സ്വയം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പോലും പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് വരാം. ഇങ്ങനെ ആരെങ്കിലും പറയും ഇങ്ങനെ ഇത് തുടങ്ങുന്നുണ്ട്, പാർട്ട്ണർഷിപ്പിൽ സൈഡായിട്ട് തുടങ്ങുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, അത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത് ധനം സമ്പാദനത്തിലേക്ക് വരുന്ന ഒരു 10 രൂപയാണെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും തന്നിട്ട് അത് മേടിക്കുന്നു, അപ്പോൾ അതുവഴി പണം ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെയുള്ള പതുക്കെ ബിസിനസ്സിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി അച്ചീവ്മെൻറ്റ് നേടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഫിനാൻസ്, കരിയർ, ഈ 2 കാര്യങ്ങൾ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന സമയമാണ്. അതായത് ബിസിനസ് വെഞ്ചേഴ്സ്, പുതിയ ജോലി, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഈവൻ നിങ്ങളൊരു വിദ്യാർത്ഥി ആണെങ്കിൽ പോലും വിദ്യാഭ്യാസ കാര്യം കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ സൈഡായിട്ട് ബിസിനസ് അല്ലെങ്കിൽ ചെറിയ ജോലി എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ആ ഒരു എനർജി, നല്ല കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിസിനസ്സൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ആളുകളെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ, കാര്യങ്ങൾ സെയിൽസൊക്കെ നടത്താനും ഒക്കെ പറ്റുന്നു എന്നുള്ളതാണ്. ആ ഒരു എനർജിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.